തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. അതെന്നാശയേ അതെന്നാനന്ദമേ അതൻ പ്രത്യാശയും പ്രഭാതമേ. അതെന്നാശയേ അതെന്നാനന്ദമേ അതൻ പ്രത്യാശയും പ്രഭാതമേ. ആനന്ദദായകനവൻ പ്രിയനെ കണ്ടിടുമ്പോൾ കണ്ണുനീരെല്ലാം നീങ്ങിടുമേ. ആനന്ദദായകനവൻ പ്രിയനെ കണ്ടിടുമ്പോൾ കണ്ണുനീരെല്ലാം നീങ്ങിടുമേ. എന്റെ അല്ലലാകെ അകന്നിടും എനിക്കാനന്ദമേയുവായുവൻ. എന്റെ അല്ലലാകെ അകന്നിടും എനിക്കാനന്ദമേയുവായുവൻ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. വാഗ്ദത്ത നാടനിലെ ശാശ്വതമീട്ടിലെ സേവകൻ ദൈവദൂതരല്ലോ. വാഗ്ദത്ത നാടനിലെ ശാശ്വതമീട്ടിലെ സേവകൻ ദൈവദൂതരല്ലോ. ദൈവപൊന്മുഖം ദിനം കണ്ടിടും ശുദ്ധരോടൊന്ന് ഞാൻ സ്തുതിച്ചിടും. ദൈവപൊന്മുഖം ദിനം കണ്ടിടും ശുദ്ധരോടൊന്ന് ഞാൻ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. ഈ മണ്ണിൽ എന്റെ ക്ലേശം അല്പകാലം മാത്രം മാഞ്ഞുപോ അത് വീണാകുപോ. ഈ മണ്ണിൽ എന്റെ ക്ലേശം അല്പകാലം മാത്രം മാഞ്ഞുപോ അത് വീണാകുപോ. നിത്യ തേജസ്സിൽ ധനവാനതിൽ ഫലമെൻ പ്രിയനുണർന്നിടും. നിത്യ തേജസ്സിൽ ഫലവാനതിൽ ഫലമെൻ പ്രിയനുണർന്നിടും. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. ഇത്ര ഭാഗ്യമൻ ജീവിതത്തിലേകിയ പ്രാണപ്രിയൻ പ്രമോദമേ. ഇത്ര ഭാഗ്യമൻ ജീവിതത്തിലേകിയ പ്രാണപ്രിയൻ പ്രമോദമേ. അവനെന്റെ ഉപനിധി കാത്തിടും വനമേഘത്തിൽ എന്നെ ചേർത്തിടും. അവനെന്റെ ഉപനിധി കാത്തിടും വനമേഘത്തിൽ എന്നെ ചേർത്തിടും. അവനെന്റെ ഉപനിധി കാത്തിടും വനമേഘത്തിൽ
നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഞാൻ കുമളിയിൽ നിന്ന് ഇവിടെ വന്നത്, ഈ യോഗം ഇവിടെ ക്രമീകരിച്ചത്, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചത്, അനേക പ്രിയപ്പെട്ടവർ രാവും പകലും ഉറക്കമളച്ച് അധ്വാനിച്ചത്, ഈ സത്യം നിങ്ങളോട് പറയാനാണ്. ദൈവം ലോക സൃഷ്ടിക്കും മുൻപേ നമ്മുടെ തേജസ്സിനായി മുന്നൊരുക്കിയതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമാണ് കർത്താവായ യേശു ക്രിസ്തു. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് പിറകിൽ സ്വർഗ മഹിമകളെ വെടിഞ്ഞ് മനുഷ്യനായ യേശു ക്രിസ്തു മണ്ണിൽ വന്നത് നമ്മെ തന്റെ തേജസ്സിലേക്ക് നടത്താനാണ്, നമ്മെ തന്റെ മഹത്വത്തിലേക്ക് നടത്താനാണ്. അത് സംഭവിക്കാൻ പോകുകയാണ്. യേശു ക്രിസ്തു മടങ്ങി വരാൻ പോകുകയാണ്. യേശുവിന്റെ വരവിൽ എടുക്കപ്പെടാൻ, തേജസ്കരണം പ്രാപിക്കാൻ, നിത്യതയിലെത്താൻ നിങ്ങൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. യേശുവേ, മനുഷ്യനായി അങ്ങ് മണ്ണിൽ വന്നത് എന്നെ അങ്ങയുടെ തേജസ്സിലേക്ക് നയിക്കാനാണ്. ഇന്ന് രാത്രി ഞാനത് ഹൃദയപൂർവ്വം അംഗീകരിക്കുന്നു. വിശ്വാസ സ്നാനം ഒരു സത്യമാണ്. നിങ്ങളത് അംഗീകരിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. വേർപെട്ട് കർത്താവിനെ ആരാധിക്കണം. അപ്പോസ്തലിക ഉപദേശത്തിന് വിധേയപ്പെടണം. അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥനാ ജീവിതം നയിക്കണം. കാലം തീരാറായി. സുവിശേഷം ഭംഗിവാക്കല്ല, ഇത് നിത്യതയുടെ കാര്യം കൈകാര്യം ചെയ്യുന്നതാണ്. അതിന്റെ അർഹിക്കുന്ന ഗൗരവത്തോടും ഉത്തരവാദിത്വ ബോധത്തോടും സുവിശേഷകർ പറയേണ്ടതാണ്. ആ മുഴുവൻ ഊർജവും ഉൾക്കൊണ്ട് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, തലയ്ക്ക് മുകളിൽ ഒരു നിത്യതയുണ്ട്. യേശു വരുന്നു. നിത്യതയ്ക്കായി ഒരുങ്ങണം. ഇന്ന് രാത്രി നിങ്ങൾ യേശുവിനായി സമർപ്പിക്കപ്പെടണം. നിത്യതയിലെത്താൻ, യേശുവിന്റെ വരവിൽ എടുക്കപ്പെടാൻ ലോകത്തെ ജയിക്കണം, പാപത്തെ ജയിക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം, ജയാളിയാകണം. ഒരു മൂന്നിന് ജ്യേഷ്ഠാവകാശം വിട്ടുകളഞ്ഞ് യേശാവിനെ പോലെ അഭക്തരാകരുത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ ആ വാക്യം വായിച്ചില്ലേ? കൊരിന്ത്യർ വാക്യം വായിച്ചില്ലേ? ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ എന്ന് തുടങ്ങുന്ന ഭാഗം, അതിൻ്റെ ബാക്കി എന്താണെന്നറിയാമോ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഏതാത്? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതും കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലാത്തതുമായ കാര്യം എന്താണ്? അത് നമ്മുടെ തേജസ്കരണമാണ്. തേജസ്കരണത്തിന്റെ കാര്യം പറഞ്ഞിട്ടാണ് പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. ഒരാമേനൊന്ന് പറയാമോ? എന്നിട്ട് പറയാം, എന്നാൽ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കും. മറ്റുള്ളവർ ഈ ബോധ്യമില്ലാത്തവർ ജീവിക്കുന്നത് പോലെ ജീവിക്കരുതേ. കാരണം അവർക്ക് സത്യം അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അങ്ങനെ ആയിപ്പോകുന്നതാണ്. എന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. പക്ഷെ നിത്യത എന്ന സത്യം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കെ ആ വെളിപ്പാട് ലഭിച്ചവർ എങ്ങനെയും ജീവിക്കാമോ? നിത്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞവർ നിത്യതയ്ക്കായി ജീവിക്കണ്ടേ? നിത്യതയുടെ വെളിപ്പാടിൽ ജീവിക്കണ്ടേ? ഇന്ന് രാത്രി അതിനുള്ള ദൈവകൃപ എനിക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ വലങ്കര മുകളിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? കരമുയർത്തിവര കരങ്ങൾ മുകളിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കൂ. കർത്താവ് ഇന്ന് രാത്രി നമ്മെ കാണട്ടെ. പരിശുദ്ധ പിതാവേ, ഈ നല്ല രാത്രിക്ക് നന്ദി. ദീർഘദൂരം യാത്ര ചെയ്തു ഇവിടെ വന്നു. ദൈവമേ, ആ ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, ദൈവിക രക്ഷാകര പദ്ധതിക്കും നന്ദി. ദൂതന്മാർക്കിത് പറയാൻ അനുവാദമില്ല. സാധുക്കളായ ഞങ്ങൾക്ക് ഈ മഹാസത്യം ലോകത്തോട് പറയാൻ
കൃപയും അവസരവും തന്നതുകൊണ്ട് നന്ദി പറയുന്നു. ഇന്ന് രാത്രി വരെ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശും മരണത്തിലൂടെ ഒരുക്കപ്പെട്ട തേജസ്കരണത്തിന് വേണ്ടി സമർപ്പിതരാകാത്ത ആരെങ്കിലും കരമുയർത്തിയിട്ടുണ്ടെങ്കിൽ കർത്താവ് അവരെ അംഗീകരിക്കണമേ. തേജസ്കരണത്തിനായി അവരെ ഒരുക്കണമേ. ആ നിത്യതേജസ്സിനായി വേർതിരിക്കപ്പെട്ട ഞങ്ങൾ അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് ഒരു കർത്താവെ ഉത്തരവാദിത്വ ബോധമുള്ള ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കൃപ തരണമേ. രോഗികളെ സൗഖ്യമാക്കും, ദുഃഖിതരെ ആശ്വസിപ്പിക്കും, ബന്ധിതരെ വിടുവിക്കും, ഈ നല്ല ദേശത്തെ അനുഗ്രഹിക്കും. വ്യാപാര സുഹൃത്തുക്കൾ, കർത്താവേ, ഡ്രൈവേഴ്സ്, മറ്റ് പ്രിയപ്പെട്ടവർ, അയൽവാസികൾ എല്ലാവരെയും ഞങ്ങൾ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ അനുഗ്രഹീത പ്രസ്ഥാനത്തെ, ദൈവദാസന്മാരെ, കുടുംബങ്ങളെ, ദൈവമക്കളെ പിതാവും പുത്രനും പരിശുദ്ധ ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി 2 പ്രാവശ്യം ഹല്ലേലൂയ പറയാ. ഈ മഹായോഗത്തിലേക്ക് വിളിക്കുകയും ശുശ്രൂഷിക്കാൻ അവസരം തരികയും ചെയ്ത സംഘാടകരോട് നിസ്സീമമായ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ ദൈവദാസന നന്ദി പറയുന്നു. നല്ല ആലോചന കേൾക്കുവാനിടയായി നാളെ വൈകിട്ട് 5:30 തന്നെ പ്രാർത്ഥിച്ച യോഗം ആരംഭിക്കുന്നതായിരിക്കും. എല്ലാവരെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. തുടർന്ന് സീനിയർ പാസ്റ്ററായ പാസ്റ്റർ പാലയൻ അവർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായി. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ക്രമീകരിക്കപ്പെട്ട ജനറൽ കൺവെൻഷൻ്റെ ആദ്യ ദിവസം പലരായി ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്ന് ഈ യോഗം പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന സമയം മുതൽ ഇതുവരെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ പൊഴിഞ്ഞുകൊണ്ടിരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇങ്ങനെ ഒരു മഹായോഗം ദൈവം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവേ, നല്ല പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം കൃപ നൽകിയതിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഉദ്ഘാടന പ്രസംഗം ദൈവം നൽകിയതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. അതിലുപരിയായി ദൈവത്തിൻ്റെ വചനം സൂക്ഷിപ്പാൻ അങ്ങയുടെ വിലപ്പെട്ട വൈദ്യനെ ദൈവം ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആഴമേറിയ സത്യങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തന്നിൽ കൂടെ വെളിപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ യോഗത്തിൽ കർത്താവേ, ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ യോഗം ഈ ദേശത്തിന് അനുഗ്രഹപ്രദമായി തീരുവാൻ, സംഘടനയ്ക്ക് അനുഗ്രഹപ്രദമായി തീരുവാൻ, ഭാവികളുടെ മാനസാന്തരത്തിന് ഇടയായി തീരുവാൻ, രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടേണ്ടവർ സ്നാനപ്പെടുവാൻ, അഭിഷേകം പ്രാപിക്കേണ്ടവർ അഭിഷേകം പ്രാപിക്കുവാൻ, വിശുദ്ധിയോട് ജീവിക്കുവാൻ ദൈവം കൃപ നൽകണമേ. കർത്താവേ, ഈ യോഗം ഏറ്റവും അനുഗ്രഹമാക്കി തീർത്തുകൊണ്ടിരിക്കുകയായി സ്തോത്രം ചെയ്യുന്നു. ഈ യോഗം കർത്താവേ, തുടർന്നുള്ള ദിവസങ്ങളിൽ അനുഗ്രഹപ്രദമായി നടത്തണമേ. ഈ യോഗത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ദൈവദാസന്മാരെ ശക്തിയായി ദൈവം ഉപയോഗിക്കണമേ. സംഘാടകരെ ദൈവം അനുഗ്രഹിക്കുവാനാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ആരാധനയിൽ ദൈവ സാന്നിധ്യം പകരയണം. ഈ ദേശത്ത് നിന്ന് അനേകരെ കൂട്ടിവരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ധാരാളം ജനം കടന്നു വരുവാൻ സഹായിക്കണം. കർത്താവെ, തുടർന്നുള്ള യോഗങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, രോഗികൾ സൗഖ്യം പ്രാപിക്കുവാൻ, പാപികൾ മാനസാന്തരപ്പെടുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, വിശ്വാസികൾ രൂപാന്തരം പ്രാപിക്കുവാൻ, അങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു കൂട്ടർ ഹല്ലേലൂയ രൂപാന്തരപ്പെട്ട് കർത്താവിനോടുകൂടെ എടുക്കപ്പെടുവാൻ ദൈവം ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ യോഗം ഇത്ര അനുഗ്രഹപ്രദമായി ദൈവം മാറ്റിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവദാസന്മാരെ ശക്തിയായി ഇനിയും ഉപയോഗിക്കണമേ. കർത്താവ്, ഇതിലധികമായി അടുത്ത ദിവസം ദൈവം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. കർത്താവ്, പ്രവർത്തിക്കണമേ. ഈ ദേശത്തിനും ദേശവാസികൾക്കും സഭയ്ക്കും കുടുംബങ്ങൾക്കും അധികം പ്രയോജനപ്പെടുവാൻ സഹായിക്കണം. അടുത്ത ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ സഹായിക്കും. പ്രാർത്ഥിച്ച് ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചന കേൾക്കണം നല്ല പിതാവേ.